Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ASUSന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിലെ ASUS 8Z. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ മെയിലാണ് ഗ്ലോബൽ ഡെബ്യൂ ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പേര് എന്ന് പറഞ്ഞാൽ ASUS Zenfone 8 എന്നാണ് ഇതിൻ്റെ പേര്. ഇന്ത്യയിൽ Zenfone എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ആക്ച്വലി ഒരു കോർട്ട് കേസിൽ പെൻഡിങ് ആയത് കാരണം Zenfone യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ASUSന്റെ 6C എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ 2019 ഇറങ്ങിയപ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നും അവർ Zenfone എന്നുള്ള ബ്രാൻഡിങ് ഉണ്ടായില്ല, അതിന് പകരം 6Z എന്നായിരുന്നു വച്ചിരുന്നത്. അപ്പോൾ ഇത്തവണയും Zenfone എന്നുള്ള ബ്രാൻഡിങ് ഇല്ല, ASUS 8Z എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഒരു 2 വർഷത്തിന് ശേഷം ASUS ഇറക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്. ഇൻഫാക്ട് ROG സീരീസ് ഉണ്ട്, അതൊരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസാണ്. പക്ഷേ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്നുള്ളതിലേക്ക് ഇത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കാരണം ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ROG ഫോണിനേക്കാളും കുറവായിരിക്കും. നമ്മൾ ഈ അൺബോക്സിങ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിങ് അറിയത്തില്ല നമുക്ക്. പ്രോബബ്ലി ഒരു 40,000 to 45,000 ഉള്ളിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വാൾകോമിൻ്റെ 888 ചിപ്പ് സെറ്റാണ്, 5G എനേബിൾ ചിപ്പ് സെറ്റാണ്, 8GB ഓഫ് റാമും 128GB സ്റ്റോറേജുമാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്, ഇതിൻ്റെ കോമ്പാക്ട്നെസ് ആണ്. അതായത് വെറും 5.9 inches ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. ഇത് സാംസങ് ആയിട്ട് അവിടെ പാർട്ട്ണർ ചെയ്ത് ഒരു കസ്റ്റം AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ASUS അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് വേണ്ടി. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ്. 5.9 inches എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡിവൈസാണ്. കാരണം ഞാനത് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും 30 watt ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ഇതന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു റീറ്റെയിൽ ബോക്സ്. ഒരു 8 എന്നുള്ള എംബ്ലം കാണാം, ASUS 8Z എന്ന് പറഞ്ഞ് എഴുതിയത് കാണാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും ഹാർഡ്വെയർ ആസ്പെക്റ്റും സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. അതേപോലെ തന്നെ ക്യാമറ സാമ്പിൾസും കാണിക്കാം. നമ്മൾ ഇത് കൂടാണ്ട് തന്നെ വേറെയും വീഡിയോസ് ഇതിൻ്റെ ചെയ്യുന്നതാണ്, കമ്പാരിസൺ വിത്ത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസ് ലൈക്ക് OnePlus 8ഉം OnePlus 9ഉം എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഈ ചാനലിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ASUS 8Zൻ്റെ അൺബോക്സിങ്ങിൽ, അപ്പോൾ നമുക്ക് Zenfone 8Zൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. വളരെ സിമ്പിളായ ഒരു മിനിമലിസ്റ്റിക് ബോക്സ് ആണ് വരുന്നത്. ഒരു 8 എന്നുള്ള ഒരു സിമ്പിൾ ഇവിടെ കാണാം. ഇവിടെ താഴെ ASUS 8Z എന്ന് എഴുതിയിട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് സ്പെസിഫിക്കേഷൻ എല്ലാം തന്നെ ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് വേരിയൻ്റ് ആണ്, 8GB റാമും അതേപോലെ 128GB സ്റ്റോറേജും, 5.92 inches ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 5G ഡ്യുവൽ സിം കാർഡ്, പിന്നെ ഒരു ബമ്പർ കേസ് ഇൻക്ലൂഡറാണ്, പിന്നെ ക്വാൾകോമിൻ്റെ 888 ചിപ്പ് സെറ്റാണ്, പിന്നെ 12+64 MP റിയർ ക്യാമറയും 12 MP ഫ്രണ്ട് ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ പ്രൈസിങ് കിട്ടിയിട്ടില്ല. എങ്കിലും കിട്ടുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്മോൾ കേസാണ്. ഇതിനകത്ത് ഡിഫൈ ഓർഡിനറി എന്നുള്ള ബ്രാൻഡിങ് കാണാം, അതൊരു ASUSൻ്റെ ബ്രാൻഡിങ് ആണ്. നമുക്കിവിടെ ഒരു സിം ഇജക്റ്റ് പിൻ കാണാം. പിന്നെ നമുക്ക് മാനുവൽ ആൻഡ് യൂസർ ഗൈഡാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു നല്ല ക്വാളിറ്റി കേസാണ്. കാരണം ഇത് കണ്ടില്ലേ, നല്ലൊരു ഫിനിഷുള്ള കേസാണ്, നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷാണ് വരുന്നത്. ASUSൻ്റെ ബ്രാൻഡിങ് കാണാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പാറ്റേണും കാണാം. നല്ലൊരു ക്വാളിറ്റിയാണ്, ഇതിന് വളരെ സ്റ്റേഡി കേസാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കേസ് വേണം ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിലെല്ലാം കൊടുക്കാൻ, കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റി കേസാണ് ഇവിടെ ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതിന് മുമ്പായിട്ട് ബാക്കി എന്തൊക്കെയാണ് കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് ഡിവൈസിലേക്ക് വരാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് USB Type-C ചാർജിങ് കേബിളാണ്, സ്റ്റാൻഡേർഡ് Type-C ചാർജിങ് കേബിളാണ്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 30 watt അഡാപ്റ്ററാണ്. ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ഞാൻ നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് 20 volt 1.5 amp, അതായത് 30 watt മാക്സിമം ആണ് വരുന്നത്. അപ്പോൾ 30 watt ചാർജറാണ്. അപ്പോൾ നമ്മൾ ചാർജിങ് ടെസ്റ്റൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്, എത്ര ടൈം എടുക്കുന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ 30 watt ഫാസ്റ്റ് ചാർജിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5.92 inches ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു AMOLED ഡിസ്പ്ലേ ആണ്. ഇൻഫാക്ട് സാംസങ് ആയിട്ട് ഇവർ കസ്റ്റം AMOLED ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു E4 പാനൽ, വളരെ മികച്ചൊരു പാനലാണ് ആക്ച്വലി. ഇതൊരു കസ്റ്റം AMOLED ആണ്. അതുകൊണ്ട് തന്നെ ASUSന് മാത്രം സാംസങ് ആയിട്ട് പാർട്ട്ണർ
പാർട്ട്ണർ ചെയ്ത് ഉണ്ടാക്കിയ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് റിഫ്രഷ് റേറ്റാണ്. പിന്നെ ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. വളരെ ടഫ് ആൻഡ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ്. ബാക്ക് പാനൽ ഗ്ലാസ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു ഗോറില്ല ഗ്ലാസ് 3 എന്താണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഒരു പവർ ബട്ടൺ, വോളിയം റോക്കർ കീസ് കാണാം. പവർ ബട്ടണിന് ഒരു പ്രത്യേക കളർ കൊടുത്തിട്ടുണ്ട്, ഒരു ടർക്കോയിസ് കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു വോളിയം കീസ് കാണാം. പിന്നെ നമുക്ക് ഇവിടെ താഴെ ഈ സൈഡിലൊന്നും തന്നെ ഇല്ല. പിന്നെ താഴെ സിം ട്രേ ഉണ്ട്. ഡുവൽ സിം കാർഡാണ് ഇതിനകത്ത്. നമുക്ക് 5G സപ്പോർട്ട്, ഡ്യുവൽ 5G സപ്പോർട്ടാണ്. പിന്നെ ഒരു USB Type C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. പിന്നെ മോൾ ഭാഗത്താണെങ്കിൽ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റ്, കാരണം പല ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസും ഇപ്പോൾ 3.5mm ഓഡിയോ ജാക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. വളരെ മിനിമലായ രണ്ട് ഡ്യുവൽ ക്യാമറ, 64+12 MP, ഒരു അൾട്രാ വൈഡും ഒരു റെഗുലർ ലെൻസുമാണ്. അൾട്രാ വൈഡ് തന്നെ മാക്രോസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു LED ഫ്ലാഷാണ്, ASUSൻ്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹാർഡ്വെയർ ആസ്പെക്റ്റ് പറയുന്നത് വെച്ചാൽ വളരെ സ്മോൾ ഡിവൈസാണ്, കോമ്പാക്റ്റ് ഫോം ഫാക്ടറാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. വളരെ കോമ്പാക്റ്റ് ആണ്, അല്ലേ, സ്മോൾ സ്ക്രീൻ സൈസാണ്. ചെറിയ ഫോൺസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു ഫോണാണ്. നമുക്ക് ജസ്റ്റ് കേസിലൊന്നും ഇടാം, കണ്ടില്ലേ, നല്ലൊരു കേസാണ്. ആക്ച്വലി ഇത് വളരെ ഒരു നല്ല കേസായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനത്തെ ഒരു കേസാണ് സാധാരണ എനിക്ക് എല്ലാ ബ്രാൻഡ്സും കൊടുക്കേണ്ടതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നല്ല കേസ്, സോളിഡ് കേസാണ്. ഇനി വേറെ തേർഡ് പാർട്ടി കേസൊന്നും മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം. ഇതിനകത്ത് വരുന്നത് നമ്മുടെ ZenUI ആണ്. ഇൻഫാക്ട് ZenUI എന്ന് തന്നെ വിളിക്കേണ്ടോ ഇപ്പോൾ എനിക്കറിയില്ല. എങ്കിലും ഇത് വളരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ എബൌട്ട് ഫോണ് ASUS 8Z Android 11 ആണ് വരുന്നത്. പാച്ച് ജൂലൈയിലെ പാച്ചാണ് നമ്മുടെ വേർഷനിൽ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് UI നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, വളരെ സ്റ്റോക്ക് ലൈക്ക് UI ആണ്. കാര്യമായ ഒരു വ്യത്യാസമൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ബേസിക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. കാരണം സ്മാർട്ട് കീ, മൊബൈൽ മാനേജർ, ഗെയിം ജീനി, ട്വിൻ ആപ്സ്, ഒപ്റ്റിഫ്ലെക്സ്, ജസ്റ്റേഴ്സ്, ഇതൊക്കെ ASUSൻ്റെ ഓപ്ഷൻസ് ആണ്. ആക്ച്വലി വളരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ട്വിൻ ആപ്സ് ഉണ്ട്, ഗെയിം ജീനി, അങ്ങനെ അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വളരെ മികച്ചതാണ്. എനിക്ക് നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. 30 watt ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മികച്ചൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. നല്ല ടച്ച് റെസ്പോൺസും നല്ല കളേഴ്സും വൈബ്രൻറ്റ് ഡിസ്പ്ലേയാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറും ഡിസ്പ്ലേയും ബാക്കി ആസ്പെക്ട്സും പറഞ്ഞത്. ഇനി നമുക്ക് ക്യാമറ നോക്കാം. അപ്പോൾ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. 64 MP പ്രൈമറി സെൻസറും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസറാണ്. ഇവിടെ കണ്ടില്ല, അൾട്രാ വൈഡ് ഓപ്ഷൻസ് ഉണ്ട്. പോർട്രേറ്റ് മോഡ്, പാനോറമ ഡോക്യുമെൻറ്റ്, പിന്നെ നമുക്കിവിടെ പ്രോ മോഡ്, പ്രോ വീഡിയോ, നൈറ്റ് മോഡ്, മോഷൻ ട്രാക്കിംഗ്, ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിലാണെങ്കിൽ നമുക്ക് 8K വരെ സപ്പോർട്ടഡ് ആണ്. 4K 60 FPS ഉണ്ട്, ഫുൾ HD 60 FPS ഉണ്ട്. അതേപോലെ എല്ലാ ഓപ്ഷൻസും തന്നെ ഉണ്ട്. പിന്നെ സ്ലോ മോഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഫോട്ടോ ക്യാമറ ഓപ്ഷൻസ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ASUS 8Z എടുത്ത ക്യാമറ സാമ്പിൾസ്. നമ്മൾ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഈ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയാൻ സാധിക്കുള്ളൂ. എങ്കിലും നല്ലൊരു ക്യാമറയായിട്ട് എനിക്ക് തോന്നിയത് ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ. നമ്മൾ ഡീറ്റെയിൽഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് വേർഡിക്റ്റ് പറയുന്നതാണ്. ഈ പ്രോസസ്സറിൻ്റെ കാര്യം പറയുന്നത് ഇതിനകത്ത് വരുന്നത് Qualcomm Snapdragon 888 ചിപ്സെറ്റാണ്. അത് നമുക്കറിയാം Qualcommൻ്റെ ഏറ്റവും പവർഫുള്ളായ ചിപ്സെറ്റാണ്. അതേപോലെ തന്നെ 8GB റാമും 128GB സ്റ്റോറേജുമാണ്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടുമാണ് വരുന്നത്. റാമും സ്റ്റോറേജ് എല്ലാം തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പെർഫോമൻസിലൊന്നും ഒരു ഇഷ്യൂസും തന്നെ ഇല്ല. അപ്പോൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ നോർമൽ ഡേ ടു ഡേ യൂസേജിൽ നമുക്ക് വലിയ ഇഷ്യൂസൊന്നും കണ്ടില്ല. ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനെ ഒന്നും തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തില്ല. പിന്നെ ഓവറോൾ ക്വാളിറ്റി, ഫോണിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷൻ, വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ASUSൻ്റെ 8Z. അപ്പോൾ ASUS 8Zൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ പ്രൈസിങ് ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ
കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് പ്രൈസിങ് അറിയത്തില്ല. എക്സ്പെക്റ്റഡ് പ്രൈസിങ് പ്രോബ്ലി 40 to 45 വരാൻ ചാൻസ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും പ്രൈസ് അനൗൺസ് ചെയ്താലേ നമുക്ക് എത്രത്തോളം കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ASUS 8Cൻ്റെ ഡീറ്റെയിൽ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.